നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക അവസരം. വിദേശത്തേക്ക് ഒരു ജോലിയുമായി പോകുന്നവർക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒരു വിദേശത്തൊരു ജോലിയുമായി പോകാൻ തയ്യാറായി കഴിയുമ്പോൾ അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ തേടിയുള്ള ആ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ചിലവുകളും കാര്യങ്ങളും എല്ലാം അനുബന്ധ ചിലവുകളായിട്ട് വരും. അപ്പോൾ അതിലൊരു സപ്പോർട്ട് നമ്മളുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഒരു വളരെ സൗജന്യ നിരക്കിലുള്ള ഒരു വായ്പ അവസരം സർക്കാർ നൽകുന്ന ഒരു അവസരം. അപ്പോൾ അത് ഒരുപക്ഷെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദേശ തൊഴിലവസരമൊക്കെ നോക്കി സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണുവാൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് എടുക്കാനുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ, വിദേശത്ത് തൊഴിൽ നോക്കാൻ ആഗ്രഹിക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഏതാണ്ട് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന SC ST വിഭാഗങ്ങൾക്ക് വേണ്ടി ഇവർ നൽകുന്ന ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഈ സംഭവത്തിനെ പറയുക. അപ്പോൾ ഇതിനകത്ത് ഒറ്റ നിഷ്കർഷയേ ഉള്ളൂ. വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് ഈ പ്രോജക്റ്റിൽ ഈ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദേശത്തെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഒരു അംഗീകൃത തൊഴിൽ ദാതാവിൻ്റെ, അതായത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ ദാതാവ് നൽകിയിട്ടുള്ള ഒരു ഓഫർ ലെറ്ററും അതിനോടൊപ്പം അവർ നൽകിയിട്ടുള്ള വർക്ക് വിസയും പാസ്പോർട്ടും, വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തൊഴിലവസരം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങൾക്കത് നേടാൻ സാധിച്ചു എന്നുള്ളത് തെളിവായി അവർ സ്വീകരിക്കും. അതുമാത്രമല്ല, നോർക്ക റൂട്ട്സ് വഴി, അതുമല്ല എങ്കിൽ ODEPEC വഴി ആണ് നിങ്ങൾ ഈ അവസരം കിട്ടിയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ODEPEC അല്ലെങ്കിൽ നോർക്ക സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിദേശ ജോലി അവസരങ്ങൾ തേടി പിടിച്ച് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവർ വഴി നേടിയ ഓഫർ ലെറ്ററുകളാണ് എങ്കിൽ അതിനൊരു മുൻഗണന ലഭിക്കും എന്ന് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. 18 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ആണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാർഷിക വരുമാനം ഏതാണ്ട് 3.5 ലക്ഷത്തിൽ കവിയരുത് എന്ന് അവർ പറയുന്നുണ്ട്. ഇത് കൂടാതെ ഇതിന് മുകളിൽ ഒരു സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ഒരു സബ്സിഡി നൽകുന്നുമുണ്ട്. 50 വയസ്സ് കഴിയാത്തവർക്ക് 2.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ കുടുംബ വാർഷിക വരുമാനം ഉള്ളവർക്കുമാണ് സബ്സിഡിക്ക് അർഹതയുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 50ക്ക് താഴെ പ്രായമുള്ളവർ, 2.5 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനമുള്ളവർക്ക് നമ്മളുടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ഒരു സബ്സിഡിയും കൂടെ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ പലിശ നിരക്ക് വളരെ കുറവാണ്. 6% മാത്രം പലിശയുള്ളൂ. അപ്പോൾ 6% പലിശയ്ക്ക് മറ്റു തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും ലോൺ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു പലിശ നിരക്കിൽ നമുക്ക് ഈ ലോൺ ലഭിക്കാനുള്ള അവസരം ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയണമെങ്കിൽ ജില്ലാ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ ഓഫീസുകളിൽ സമീപിച്ച് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. ഇനി അതുമല്ല എങ്കിൽ ഞാനൊരു വെബ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നോക്കി അത് കണ്ട് മനസ്സിലാക്കി ഒരുപക്ഷെ ഈ ഒരു മേഖലയിലേക്ക് അപേക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ലോൺ ഫെസിലിറ്റിക്ക് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വിദേശ സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ യാത്രാ ചെലവുകളും, അല്ലെങ്കിൽ ആദ്യം അവരവിടെ ചെത്തിപ്പെട്ടാലുള്ള അവരുടെ കുറേ പ്രശ്നങ്ങളുമൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ഒരു പരിധി വരെ ഇത് ഉപകരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ ഒരു കാറ്റഗറിയിലുള്ളവരാണ്, അവർക്കൊരു പക്ഷേ ഇത് ഉപകാരപ്പെടുമല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.